സന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ ശിഷ്യന്മാരായിരുന്നു ബലരാമനും ശ്രീകൃഷ്ണ ഭഗവാനും സുദാമാവും എല്ലാം. വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞിട്ട് ബലരാമനും കൃഷ്ണനും ദ്വാരകയ്ക്കും സുദാമ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കും പോയി. ഭക്തിയിൽ മാത്രം ഊന്നൽ കൊടുത്തിട്ടുള്ള ജീവിതമായിരുന്നു സുദാമാവിൻ്റേത്. ഭഗവാൻ കൃഷ്ണനിൽ ഇത്രയും ഭക്തിയുള്ള സാധുവിനെ കാണുക പ്രയാസമാണ്. വീട്ടുകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാണ്ട് ഭഗവാനിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിട്ടുള്ള ഒരു ജീവിതം. വീട്ടിൽ ഭാര്യയും മക്കളൊക്കെ വിശപ്പ് കൊണ്ട് പുറത്തു മുട്ടുന്നതൊന്നും സുദാമാവിൻ്റെ കണ്ണിൽ പെടാറില്ല. ഉണ്ണാനും ഉടുക്കാനും ഇല്ലാണ്ട് സുദാമാവിന് അങ്ങനെ കുചേലൻ, അതായത് മോശമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നവൻ എന്ന പേരും വീണു. കുചേലൻ്റെ വീട്ടിൽ ഇന്നും ദാരിദ്ര്യ ദുഃഖമാണ്. കുട്ടികൾക്ക് ഒരു നേരത്തെ കഞ്ഞി കൊടുക്കാൻ പോലും അവിടെ സാധിക്കാറില്ല. ഭാര്യയാണെങ്കിൽ വിഷമിച്ച് കഴിയുകയാണ്. ഇങ്ങനെ ഇരിക്കെ പട്ടിണി സഹിക്കാൻ വയ്യാണ്ടായപ്പോൾ കുചേലപത്നി കുചേലനോട് പറയുകയാണ്, കരുണാമൂർത്തിയായ ദ്വാരകാനാഥനെ എന്ന് ചെന്ന് കണ്ട് തങ്ങളുടെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് അപേക്ഷിക്കാൻ. കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും കാഴ്ച വെക്കണമല്ലോ. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന കുറച്ച് നെല്ല് അവലാക്കിയത് ഒരു തുണിക്കഷ്ണത്തിൽ പൊതിഞ്ഞ് കൊണ്ടുപോയി ഒരു അവൽപ്പൊതിയായിട്ട് പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ദ്വാരകയിൽ രുക്മിണിയോടത്ത് ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ട്. ദൂരെ നിന്ന് തന്നെ തൻ്റെ സതീർത്ഥ്യനായ സുദാമാവ് വരുന്നത് കണ്ടപ്പോൾ ഭഗവാൻ ഓടിച്ചെന്ന് സ്വീകരിച്ചു കൊണ്ടുവന്നു. അങ്ങനെ സ്വർണ്ണത്തട്ടിൽ കുചേലിൻ്റെ പാദങ്ങൾ വെച്ചിട്ട് കഴുകുകയാണ്. ആ തീർത്ഥം ആ പാദങ്ങൾ കഴുകിയ തീർത്ഥജലം സ്വന്തം ശിരസിലും ദേഹത്തും ഒക്കെ തെളിച്ചു. രുക്മിണിയാണെങ്കിൽ ഇങ്ങനെ വീശി കൊടുത്തുകൊണ്ടിരിക്കുന്നു. തനിക്ക് എന്താണ് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ഭഗവാൻ ചോദിക്കുന്നുണ്ട്. പക്ഷെ കുചേലിന് ആൾക്കൂടെ ഒരു അങ്കലാപ്പ്. എങ്ങനെ പറയുക ഈ ഒരു അവൽപ്പൊതിയാണ് കൊണ്ടുവന്നിരിക്കണമെന്നുള്ളത്. അങ്ങനെ കുചേലിന് ആ സമയത്ത് കുട്ടിക്കാലത്ത് നടന്ന പല കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. അപ്പം കൃഷ്ണൻ കണ്ടു ഇങ്ങനെ അവൽപ്പൊതി ഒളിപ്പിച്ച് വെച്ചിരിക്കണത്. ഉടനെ തന്നെ ഭഗവാൻ ആ അവൽപ്പൊതി എടുത്ത് അതിൽ നിന്ന് ഒരു പിടി അവൽ വാരി കഴിച്ചു. രണ്ടാമത് വാരാൻ തുടങ്ങിയപ്പോൾ സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ അവതാരമായിട്ടുള്ള രുക്മിണി കൈപിടിച്ച് തടഞ്ഞു. ദേവന്മാർക്കും കൂടി കിട്ടാത്ത ഐശ്വര്യവും സായുജ്യവും ഇപ്പം തന്നെ ആ കുചേല ബ്രാഹ്മണന് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒരു പിടി അവലും കൂടി കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ കുചേലദാസരായി കഴിയേണ്ടി വരുമെന്ന് ദേവി ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ പലതും സംസാരിച്ച് രാത്രി അവിടെ കുചേലൻ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം രാവിലെ കുചേലൻ വീട്ടിലേക്ക് തിരിച്ചു. അങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടായിരുന്നു നടത്തം. തൻ്റെ കാര്യങ്ങളെപ്പറ്റിയും ദാരിദ്ര്യത്തെപ്പറ്റിയും പറയാനാണ് വന്നത്. പക്ഷെ അത് പറ്റ മറന്നിരിക്കണു. ഇനിയിപ്പോൾ ഭാര്യ ചോദിച്ചാൽ എന്താ പറയുക എന്നൊക്കെ ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്. വീടിൻ്റെ സ്ഥാനത്തെത്തിയപ്പോൾ അവിടെ വീടില്ല. പകലും കൊട്ടാര സദൃശ്യമായിട്ടുള്ളൊരു മണിമന്ദിരം കണ്ടു. വഴി തെറ്റിപ്പോയോ എന്ന് ചിന്തിച്ച് 4 പാട് നോക്കി. അപ്പോഴാണ് രത്നാഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് ഭാര്യയും മക്കളും ദാസിമാരും വന്ന് കുചേലനെ എതിരേറ്റത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. ഒരു പിടി അവൽ നേടിത്തന്ന ഐശ്വര്യങ്ങൾ തൻ്റെ ജീവിത രീതിക്ക് ഒട്ടും മാറ്റം വരുത്താണ്ട് ഭഗവാനെ തന്നെ മനസ്സിലുറപ്പിച്ച് കൂടുതൽ ഭക്തിയോടെ ബാക്കിയുള്ള ജീവിതം കഴിച്ചു കൂട്ടി. അങ്ങനെ കുചേലന് മുക്തിയും ലഭിച്ചു. നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഇത്തരത്തിലുള്ള ഭക്തി ഉണ്ടാവാൻ നമുക്കും പ്രാർത്ഥിക്കാം.